ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നോ? അൽഹംദുലില്ലാ, എനിക്ക് സുഖമാണ്. അപ്പോൾ നമ്മൾ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. രാവിലെ തന്നെ പാക്കിങ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ സ്റ്റിക്കറുകളെല്ലാം കട്ട് ചെയ്തെടുക്കുവാണ്. ഫ്രീ ആയിരിക്കുന്ന ടൈമിലൊക്കെ സ്റ്റിക്കർ കട്ട് ചെയ്ത് വെക്കുകയും ബോർഡ് കട്ട് ചെയ്ത് വെക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കല്ലാതെ പാക്ക് ചെയ്ത് ബോർഡ് അടിക്കാൻ കുറച്ചുകൂടെ ഈസി ആയിട്ടിരിക്കും. അപ്പോൾ ഇത് ഗ്രീൻ പീസ് 200 ഗ്രാമിൻ്റെ പാക്കറ്റാണ്. അപ്പോൾ അതിലേക്കുള്ള ലേബൽ ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതുപോലെ കുറേ സ്നാക്സുകളൊക്കെ നമുക്ക് കടകളിലേക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. മിച്ചർ, മുറുക്ക്, പക്കവട അങ്ങനെയുള്ള ഒരുപാട് സ്നാക്സ് ഐറ്റംസ് ഉണ്ടല്ലോ. അതെല്ലാം ഇതുപോലെ നമുക്ക് പാക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾ ബിസിനസ് തുടങ്ങിയവരാണെങ്കിൽ ഷോപ്പുകളിലൊക്കെ സാധനങ്ങൾ വെക്കാനായിട്ട് പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് അവിടെ നോക്കിയ ശേഷം എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ആരെങ്കിലും ഓർഡർ തരുമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്ന് കടകളിലേക്ക് കൊടുക്കാനുള്ള സാധനങ്ങളൊക്കെയാണ് കേട്ടോ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ലേബൽ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ തക്കുടു ആളുടെ ഇവിടെ നിന്ന് ലേബൽ ഇടുന്നുണ്ട്. ലേബലിട്ട് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, ഉമ്മച്ചി ലേബലിട്ട് കറക്റ്റ് ആയോ എന്ന്. മസാലക്കടലയാണ് ഇത് നിറച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ തലേന്ന് തന്നെ നമ്മൾ കുറേ ഐറ്റംസൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ സീലിംഗ് മെഷീനിൽ കുറേ ഒട്ടിച്ച് കഴിയുമ്പോൾ ഈ പേപ്പർ അങ്ങ് ഒരുമാതിരി കീറി പറഞ്ഞ കണക്ക് കൊള്ളാതാവേ. അപ്പോൾ ദാണ്ട കീറി ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് മാറ്റി ദാണ്ട ഇത് കണക്കത്തെ നമുക്ക് മേടിക്കാനായിട്ട് കിട്ടും. അപ്പോൾ കുറച്ച് പേരൊക്കെ നമ്മുടെ ഈ സീലിംഗ് മെഷീൻ ഇവിടെ വന്ന് എടുത്തുകൊണ്ട് പോയായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ദാണ്ട ഈ വെക്കുന്ന ഈ പേപ്പറൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. മാറ്റാൻ വലിയ പണിയൊന്നുമില്ല. ഈ സ്ക്രൂ ഒക്കെ ഒന്ന് ലൂസാക്കിയ ശേഷം ഇതിങ്ങനെ ഇടയ്ക്ക് അങ്ങ് വെച്ച് കൊടുത്ത് ടൈറ്റ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ നല്ലതുപോലെ നമുക്ക് ഒട്ടിച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇന്നലെ പാക്ക് ചെയ്ത ഐറ്റംസൊക്കെ നമ്മൾ ലേബലിടാൻ നേരത്താണ് ഞാൻ നോക്കിയത്. അപ്പോൾ അതെല്ലാം കവർ ഇളകി ഇരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ കാറ്റ് കയറി തണുത്ത് പോകും. അപ്പോൾ ഇതിൻ്റെ ഒരു ടെമ്പറേച്ചറൊക്കെ നമുക്ക് കറക്റ്റായിട്ട് ഇതിൽ തന്നെ സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. നമുക്ക് വേണ്ടിയുള്ള ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ടെമ്പറേച്ചർ കൂടിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ കവറുകളെല്ലാം കീറി പോവുക. കുറേ പേർക്കൊക്കെ ഇത് ഉപയോഗിക്കാൻ അറിയാം. അപ്പോൾ നമ്മുടെ ഇളകിയിരുന്ന കവറെല്ലാം ഞാൻ വീണ്ടും ഒട്ടിച്ചെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ നമുക്ക് പാക്ക് ചെയ്ത് തരുന്ന ആരൊക്കെയാണെന്നാണ്ടേ ഇരിക്കുന്നു പാക്കിംഗ് ബിരുദന്മാർ. തിന്നുവാണോ പാക്ക് ചെയ്യുകയാണോ എന്നൊന്നും അറിയാൻ വയ്യ. ഇടയ്ക്കൂടെ വായിക്കാത്തും പോകുന്നുണ്ട്. സ്കൂളില്ലാത്തതുകൊണ്ടേ ഇവരെയൊക്കെ മേയ്ക്കാൻ ഭയങ്കര പാടാണ്. അങ്ങനെ ഞാൻ പാക്ക് ചെയ്യാനുള്ള ഐറ്റംസൊക്കെ എടുത്തു കൊടുത്ത് ഞാൻ പറഞ്ഞിരുന്ന് പാക്ക് ചെയ്യാൻ. അങ്ങനെ ഇരുന്ന് പാക്ക് ചെയ്യുന്നതാണ്. പിന്നെ പാക്ക് ചെയ്ത് തരുമ്പം വല്ലതും കൊടുക്കും കേട്ടോ. ചുമ്മാ അപ്പോൾ അവർക്കൊരു ഇൻട്രസ്റ്റ് വേണ്ടേ പാക്ക് ചെയ്യാനൊക്കെ. അപ്പോൾ നമ്മൾ കച്ചവടമൊക്കെ കഴിഞ്ഞ് വരുമ്പം അവർക്ക് രണ്ടുപേർക്കും പോക്കറ്റ് മണി ആയിട്ട് വല്ലതും ഞാൻ കൊടുക്കാറുണ്ട്. ഞങ്ങൾക്ക് സ്വന്തമായിട്ട് കടയുള്ളത് കൊണ്ട് പിന്നെ പുറത്ത് പോയി പൈസ കൊടുത്തവരൊന്നും മേടിക്കാറൊന്നുമില്ല. ആ പൈസ രണ്ടുപേരും അവർ കൂട്ടി വയ്ക്കും വല്ലതൊക്കെ മേടിക്കാനായിട്ട്. പാലക്കാട്ടുകാരിയായിട്ട് പാലക്കാടത്തെ സംസാരമൊന്നും അല്ലല്ലേ എന്ന് കുറേ പേരൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇക്കയുടെ നാട് കൊല്ലമായതുകൊണ്ടേ അവിടുത്തെ ഇവിടുത്തെയും കൂടെ മിക്സിങ് ആയിട്ടാണ് കേട്ടോ ആ സംസാരത്തിൻ്റെ ഒരു ടോൺ വരുന്നത്. ഇപ്പോൾ സത്യം പറഞ്ഞാൽ പാലക്കാട്ടത്തെ ഞാൻ പണ്ട് എങ്ങനെയാണ് സംസാരിച്ചിരുന്നതെന്ന് എനിക്കിപ്പോൾ പറയാൻ പറ്റുന്നില്ല. കല്യാണം കഴിഞ്ഞ് പോയപ്പോഴൊക്കെ ഞാൻ ഇവിടുത്തെ ആ ഒരു രീതിയിലാണ് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവരൊക്കെ ചിരിക്കും കേട്ടോ. നല്ല വ്യത്യാസമുണ്ട് രണ്ടിടത്തെയും ആ ഒരു സംസാര രീതികൾ. അത് എൻ്റെ സംസാരത്തിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഞാൻ പുറത്തൊക്കെ പോയി സംസാരിക്കുമ്പോൾ ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, നിങ്ങളുടെ നാട് ഇവിടെ അല്ലേ എന്ന്. എൻ്റെ നാട് ഇവിടെയാണ്, ഇക്കാൻ്റെ നാട് കൊല്ലമാണെന്ന് പറയും. പക്ഷേ ഇക്കാൻ്റെ സംസാരം കേട്ടിട്ട് ആൾക്കാരൊക്കെ ചോദിക്കും, നീ കൊല്ലത്തുനിന്ന് വന്നിട്ട് നിൻ്റെ സംസാരം കൊല്ലത്തെ സംസാരം പോലെ ഇല്ലല്ലോ, പാലക്കാട്ടുകാരൻ്റെ പോലെ ഉണ്ടല്ലോ എന്ന്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയ കണക്ക് അവസ്ഥയാണ്. അപ്പോൾ അതൊക്കെ അവിടെ ഇരിക്കട്ടെ. എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ മറക്കല്ലേ. അപ്പോൾ നമ്മുടെ ചാനലിൽ പുതിയ സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുള്ളവരൊക്കെ അറിയാനായിട്ട് ഞാൻ ബിസിനസ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസൊക്കെ വീഡിയോസായിട്ട് എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവരൊക്കെ ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കണേ. അപ്പോൾ ഇൻഷാ അള്ളാ ഇനി എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ആയിട്ട് വരണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. കിട്ടുവാണെങ്കിൽ വരും, അല്ലെങ്കിൽ ഉള്ളത് വെച്ച് നമുക്ക് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.